ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ബ്രിട്ടനിലെ അഥവാ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ പ്രൈം മിനിസ്റ്ററെ പറ്റിയാണ്. പ്രൈം മിനിസ്റ്ററെ പറ്റിയും അദ്ദേഹത്തിൻ്റെ പദവിയെ പറ്റിയും ഫങ്ഷൻസിനെ പറ്റിയുമാണ് വീഡിയോയിൽ നോക്കുവാൻ പോകുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ പ്രധാനമന്ത്രിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത് ബ്രിട്ടനിലെ മൊണാർക്കിയാണ്. മാത്രവുമല്ല ബ്രിട്ടനിൽ എല്ലാ ഭരണപരമായ കാര്യങ്ങളും രാജാവിൻ്റെ പേരിലാണ് ചെയ്യുന്നത് എങ്കിലും കൃത്യമായിട്ട് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരുമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തെ പറ്റി പറയുകയാണെങ്കിൽ ക്യാബിനറ്റിൻ്റെ കേന്ദ്ര ശിലയായിട്ടാണ് പ്രധാനമന്ത്രി അഥവാ പ്രൈം മിനിസ്റ്ററെ ബ്രിട്ടനിൽ പരിഗണിക്കപ്പെടുന്നത്. ക്യാബിനറ്റിൻ്റെ കേന്ദ്ര ശിലയാണ് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ രാഷ്ട്രത്തിലെ ഏറ്റവും കൂടുതൽ അധികാരമുള്ള വ്യക്തി കൂടിയാണ് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. കൂടാതെ ക്യാബിനറ്റിൻ്റെ രൂപീകരണം, അതുപോലെ തന്നെ പ്രവർത്തനം, അന്ത്യം എന്നിവയുടെ കേന്ദ്രമായിട്ടാണ് ബ്രിട്ടനിലെ പ്രധാനമന്ത്രിയെ പരിഗണിക്കുന്നത്. എന്തൊക്കെയാണ്? ക്യാബിനറ്റിൻ്റെ കേന്ദ്രശിലയാണ് പ്രധാനമന്ത്രി. അതുപോലെ തന്നെ രാഷ്ട്രത്തിൽ ഏറ്റവും കൂടുതൽ അധികാരമുള്ളൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കൂടാതെ ക്യാബിനറ്റിൻ്റെ രൂപീകരണം, അതുപോലെ തന്നെ ക്യാബിനറ്റിൻ്റെ പ്രവർത്തനം, ക്യാബിനറ്റിൻ്റെ അന്ത്യം എന്നിവയുടെയൊക്കെ കേന്ദ്രം പ്രധാനമന്ത്രിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഭാരിച്ച ചുമതലകളും അതുപോലെ തന്നെ വലിയ അധികാരങ്ങളുമാണ് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർക്ക് ഉള്ളത്. ഇപ്പോൾ രാജാവാണ്, അതായത് മൊണാർക്കിയാണ് ബ്രിട്ടനിൽ പ്രൈം മിനിസ്റ്ററെ നിയമിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പദവിയെപ്പറ്റി നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ടത് നമുക്ക് നോക്കാം. അതായത് മോർലെ പ്രഭുവിൻ്റെ അഭിപ്രായത്തിൽ മോർലെ പ്രഭു പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചത് തുല്യരിൽ പ്രധാനി എന്നാണ്. അപ്പോൾ അത്രത്തോളം പവറുള്ള, ശക്തിയുള്ള, ഭാരിച്ച ചുമതലകൾ നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ നിയമിക്കുന്നത് രാജാവാണ്. അപ്പോൾ മോർലെ പ്രഭു പറയുന്നത് തുല്യരിൽ പ്രധാനി ആണ് പ്രധാനമന്ത്രി അഥവാ പ്രൈം മിനിസ്റ്റർ എന്നാണ്. മാത്രവുമല്ല ചെറിയ നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്ററുടെ മറ്റൊരു വിശേഷണം കൂടിയാണ് ചെറിയ നക്ഷത്രങ്ങൾക്കിടയിലെ ചന്ദ്രൻ എന്നത്. മറ്റൊരു വിശേഷണമാണ് ജെന്നിങ്ങിൻ്റെ അഭിപ്രായമനുസരിച്ചിട്ട് ഗ്രഹങ്ങളാൽ ഭ്രമണം ചെയ്യപ്പെടുന്ന സൂര്യനാണ് പ്രധാനമന്ത്രി എന്നാണ് ജെന്നിങ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററെ വിശേഷിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഈ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടെ പ്രധാനപ്പെട്ട ചില ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ധാരാളം ഫങ്ഷൻസ് ഇദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. ഭാരിച്ച ചുമതലകളാണ് ഇദ്ദേഹം നിർവഹിക്കുന്നത്. അതായത് ക്യാബിനറ്റിൻ്റെ രൂപീകരണം, പ്രവർത്തനം, അന്ത്യം എന്നിവയുടെയൊക്കെ കേന്ദ്രമായിട്ടാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫങ്ഷനെ പറ്റി പറയുകയാണെങ്കിൽ പ്രധാനമന്ത്രിയാണ് ബ്രിട്ടീഷ് ഭരണഘടനയുടെ കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലകൾ ഭാരിച്ചതും അതുപോലെ തന്നെ അധികാരങ്ങൾ നിരവധിയുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിന് രൂപം നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയാണ് ഭരണഘടനയുടെ കേന്ദ്ര ബിന്ദു. അപ്പോൾ ഭരണഘടനയുടെ കേന്ദ്ര ബിന്ദുവായിട്ട് പ്രധാനമന്ത്രിയാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ നയിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചുമതലകൾ എന്ന് പറയുന്നത് ഭാരിച്ചത്, അതുപോലെ തന്നെ അധികാരങ്ങൾ നിരവധിയുമാണ്. അപ്പോൾ ഗവൺമെൻറ്റിന് രൂപം നൽകുന്നത് പ്രൈം മിനിസ്റ്ററാണ്. അതുപോലെ അതിനാൽ തന്നെ രാജാവിൻ്റെ ബ്രിട്ടീഷ് മൊണാർക്കിയുടെ സുപ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നതും ഒരു നല്ല പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ വെറുതെ പ്രധാനമന്ത്രിയായിട്ട് കാര്യമില്ല. അദ്ദേഹം പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ക്യാബിനറ്റിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. അതുപോലെ തന്നെ ഭാരിച്ച ചുമതലകളാണ് അദ്ദേഹത്തിൻ്റെ മേൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ഭരണഘടനയുടെ കേന്ദ്ര ബിന്ദുവാണ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ മൊണാർക്കിയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ കൂടാതെ ഈ പ്രധാനമന്ത്രിയുടെ ഒരു പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ക്യാബിനറ്റിലെ മറ്റ് മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കി രാജാവിൻ്റെ അംഗീകാരത്തിന് സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ പ്രധാന ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. കൂടാതെ അതായത് സിദ്ധാന്തത്തിൽ രാജാവാണ് മന്ത്രിമാരെ നിയമിക്കുന്നത്. പ്രധാനമന്ത്രിയെയും മറ്റ് ക്യാബിനറ്റിലെ മന്ത്രിമാരെയും നിയമിക്കുന്നത് രാജാവാണ്. എന്നാൽ മറ്റ് മന്ത്രിമാരെ പ്രൈം മിനിസ്റ്ററുടെ ശുപാർശ പ്രകാരം രാജാവാണ് നിയമിക്കുന്നത്.
അതായത് മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കി രാജാവിൻ്റെ അംഗീകാരത്തിന് സമർപ്പിക്കേണ്ടത് പ്രധാനമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അതായത് സിദ്ധാന്തത്തിൽ രാജാവാണ് മന്ത്രിമാരെ നിയമിക്കേണ്ടത്, എന്നാൽ പ്രയോഗത്തിൽ അത് ചെയ്യുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, മാത്രവുമല്ല ഗവൺമെൻറ്റിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ മന്ത്രിമാരുടെ എണ്ണവും തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതായത് അദ്ദേഹത്തിന് തൻ്റെ പാർട്ടിയിലോ അല്ലെങ്കിൽ പാർലമെൻറ്റിലോ അംഗമല്ലാത്തവരെ പോലും നിയമിക്കാൻ അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രത്തോളം പവറുള്ള ഒരു വ്യക്തിയാണ് ബ്രിട്ടനിലെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശുപാർശ പ്രകാരമാണ് രാജാവ് മറ്റ് പാർലമെൻറ്റിലെ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്നത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൻ്റെ വലിപ്പവും മന്ത്രിമാരുടെ എണ്ണവും തീരുമാനിക്കാനുള്ളൊരു കഴിവുണ്ട്. അതായത് അതിനുള്ള അധികാരം അദ്ദേഹത്തിനാണ്. കൂടാതെ അദ്ദേഹത്തിന് തൻ്റെ പാർട്ടിയിലോ അതുപോലെ തന്നെ പാർലമെൻറ്റിലോ ഇല്ലാത്ത അംഗങ്ങളെപ്പോലും നിയമിക്കാൻ, തസ്തികകളിലേക്ക് നിയമിക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. കൂടാതെ മാത്രമല്ല ഈ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അധികാരം എന്ന് പറയുന്നത് മന്ത്രിമാർക്ക് വിവിധ വകുപ്പുകൾ തീരുമാനിച്ച് നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു സുപ്രധാനമായ ഒരു അധികാരമാണ്. ഓക്കെ, എന്താണ് മന്ത്രിമാർക്ക് വിവിധ വകുപ്പുകൾ തീരുമാനിച്ച് നൽകുന്നത് പ്രധാനമന്ത്രിയുടെ ഒരു പ്രത്യേക അധികാരമാണ്. ഓക്കെ, അപ്പോൾ ഓരോ മന്ത്രിമാർക്കും ഓരോ വകുപ്പുകൾ നൽകേണ്ടത് അദ്ദേഹത്തിന് അധികാരമാണ്. അതുപോലെ തന്നെ ഏത് വകുപ്പുകൾ ഏത് മന്ത്രിമാർക്ക് നൽകണമെന്ന് തീരുമാനിക്കേണ്ടതും എല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഫങ്ഷനാണ്. മാത്രവുമല്ല മന്ത്രിമാരെ നിയമിക്കുന്നതിനും അവരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നതിനും അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കും. കൂടാതെ മാത്രവുമല്ല പ്രധാനമന്ത്രിക്ക് നല്ലതെന്ന് തോന്നുന്ന ഏതൊരു നിയമത്തിൻ്റെയും കാര്യത്തിൽ നിഷ്പക്ഷമായ തീരുമാനം എടുക്കുവാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഓക്കെ, അതായത് മന്ത്രിമാർക്ക് വിവിധ വകുപ്പുകൾ തീരുമാനിച്ച് നൽകുന്നത് പ്രധാനമന്ത്രിയുടെ പ്രത്യേക അധികാരമാണ്. കൂടാതെ മന്ത്രിമാരെ നിയമിക്കുന്നതിനും അവരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുന്നതിനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അതായത് ഓൾറെഡി ഒരു ഏതെങ്കിലും മന്ത്രിമാർക്ക് വകുപ്പുകൾ മുന്നോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിന് ആ മന്ത്രി പ്രാപ്തനല്ല എന്ന് പ്രധാനമന്ത്രിക്ക് ബോധ്യമാകുന്ന പക്ഷം അവരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ട്. അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് നല്ലതെന്ന് തോന്നുന്ന ഏതൊരു നിയമത്തിൻ്റെയും കാര്യത്തിൽ നിഷ്പക്ഷമായ തീരുമാനം എടുക്കാവുന്നതാണ്. മാത്രവുമല്ല പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടു പ്രധാനമന്ത്രിക്ക് പാർലമെൻറ്റിലോ തൻ്റെ പാർട്ടിയിലോ അംഗമില്ലാത്ത ആളുകളെ പോലും നിയമിക്കാൻ അധികാരമുണ്ട് എന്നത്. ഓക്കെ, അപ്പോൾ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാവ് എന്നത്. ഓക്കെ, അപ്പോൾ പാർട്ടി സംവിധാനവും ഫണ്ടും അദ്ദേഹം നിയന്ത്രിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ടിയുടെ നേതാവ് അദ്ദേഹമാണ്. ആ പാർട്ടിയുടെ സംവിധാനത്തെയും അതുപോലെ തന്നെ സ്ട്രക്ചറിനെയും അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടും നിയന്ത്രിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. കൂടാതെ പ്രധാനമന്ത്രിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ആർക്കെതിരെയും അദ്ദേഹത്തിന് അച്ചടക്ക നടപടി സ്വീകരിക്കാവുന്നതാണ്. മാത്രവുമല്ല ക്യാബിനറ്റിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ സംസാരിച്ചു ക്യാബിനറ്റിൻ്റെ കേന്ദ്രശിലയാണ് പ്രധാനമന്ത്രി എന്നത്. ഓക്കെ, അപ്പോൾ ക്യാബിനറ്റിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. അതായത് ബ്രിട്ടനിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾക്ക് രൂപം നൽകുകയും തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നത് ക്യാബിനറ്റ് സമ്മേളനങ്ങളിലാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാബിനറ്റിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നതും ക്യാബിനറ്റിൻ്റെ കേന്ദ്രശിലയായി പ്രവർത്തിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ രൂപീകരിക്കുന്നതിലും നടപ്പിൽ വരുത്തുന്നതിലൊക്കെ പ്രധാനമന്ത്രിക്ക് വളരെ വലിയ ഒരു പങ്ക് തന്നെയാണ് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ മന്ത്രിമാരുടെയും അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെയും നയങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് പ്രധാനമന്ത്രിക്കാണ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഫങ്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് അവലോകനം ചെയ്യാനും പരസ്പര ബന്ധമുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും അദ്ദേഹം പരിശ്രമിക്കേണ്ടതാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ കേന്ദ്രശിലയായിട്ടാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അറിയപ്പെടുന്നത്. മന്ത്രിമാർക്ക് വിവിധ വകുപ്പുകൾ വിഭജിച്ച് നൽകേണ്ടതും വിഭജിച്ച് നൽകിയ വകുപ്പുകളിൽ മാറ്റം വരുത്തേണ്ടതും അതുപോലെ തന്നെ പാർട്ടിയുടെ നേതാവും അദ്ദേഹമാണ്. കൂടാതെ പാർട്ടിയുടെ സ്ട്രക്ചറും ഫണ്ടും നിയന്ത്രിക്കുന്നത് അദ്ദേഹമാണ്. മാത്രവുമല്ല ഭരണഘടനയുടെ കേന്ദ്ര ബിന്ദുവായിട്ടാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അറിയപ്പെടുന്നതും. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ നയിക്കേണ്ടത് അദ്ദേഹമാണ്. അത് അദ്ദേഹത്തിൻ്റെ ചുമതല കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഗവൺമെൻറ്റിന് രൂപം നൽകുന്നത് പോലും ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററാണ്. മാത്രമല്ല ബ്രിട്ടനിൽ രാജാവ് എല്ലാ അധികാരങ്ങളുടെയും മുകളിൽ ഇരിക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അധികാരങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി തലവനായുള്ള ക്യാബിനറ്റുമാണ്. കൂടാതെ
മന്ത്രിമാരുടെ പട്ടിക തയ്യാറാക്കി ആരെയെല്ലാം തൻ്റെ സഹമന്ത്രിമാരാക്കണം എന്ന് തീരുമാനിക്കേണ്ടത്, അതായത് അതിൻ്റെ പട്ടിക പ്രസിഡന്റിന് നൽകേണ്ട ഉത്തരവാദിത്വം അഥവാ രാജാവിന് നൽകേണ്ട ഉത്തരവാദിത്വം ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടേതാണ്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ വലിപ്പവും മന്ത്രിമാരുടെ എണ്ണവും തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പ്രധാനമന്ത്രി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രിതാവും അതുപോലെ തന്നെ കാര്യനിർവാഹകനുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഇപ്പം മന്ത്രിമാരുടെ അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ നയങ്ങൾ ഏകോപിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ അദ്ദേഹം മുഖ്യ പങ്കാണ് വഹിക്കുന്നത്. കൂടാതെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് അവലോകനം ചെയ്യുവാനും പരസ്പര ബന്ധമുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനും പ്രൈം മിനിസ്റ്റർ പരിശ്രമിക്കേണ്ടതാണ്. കൂടാതെ പ്രധാനമന്ത്രി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രിതാവും അതുപോലെ തന്നെ കാര്യനിർവാഹകനുമാണ്. ചുരുക്കി പറഞ്ഞാൽ ഹൗസ് ഓഫ് കോമൺസിൻ്റെ അഥവാ അധോസഭയുടെ പൊതുജനസഭയുടെ യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ബ്രിട്ടീഷ് പാർലമെൻ്ററി സമ്പ്രദായം എന്ന് പറയുന്നത് ദ്വിമണ്ഡല സമ്പ്രദായമാണ്, അതായത് ഹൗസ് ഓഫ് ലോർഡ്സും ഹൗസ് ഓഫ് കോമൺസും. അപ്പോൾ ഹൗസ് ഓഫ് കോമൺസ് പൊതുജനസഭയും ഹൗസ് ഓഫ് ലോർഡ്സ് പ്രഭുസഭയുമാണ്. അപ്പോൾ ഈ ഹൗസ് ഓഫ് കോമൺസിൻ്റെ അഥവാ പൊതുജനസഭയുടെ യഥാർത്ഥ നേതാവ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. കൂടാതെ പൊതുജന സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കും. കൂടാതെ സഭ പിരിച്ചുവിടുന്നതിനുള്ള അധികാരം ഉപയോഗിച്ച് പ്രധാനമന്ത്രി പൊതുജനസഭ അഥവാ ഹൗസ് ഓഫ് കോമൺസിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, മാത്രവുമല്ല ഹൗസ് ഓഫ് കോമൺസിനെ സംബന്ധിച്ച് അഥവാ പൊതുജനസഭയെ സംബന്ധിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് രാജാവുമായിട്ട് അതായത് രാജാധികാരവുമായിട്ട് ചർച്ച നടത്തുന്നത് പ്രധാനമന്ത്രിയായിരിക്കും. മാത്രവുമല്ല നിയമങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് പരിഗണനീയമായ അധികാരങ്ങളാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററിന് ഉള്ളത്. ചുരുക്കി പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാ മന്ത്രിസ്ഥാനങ്ങളും നൽകുന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പൊതുജനസഭയെ സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും രാജാധികാരവുമായിട്ട് ചർച്ച നടത്തുന്നത് പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ ഹൗസ് ഓഫ് കോമൺസിൻ്റെ അഥവാ പൊതുജനസഭയുടെ യഥാർത്ഥ നേതാവായിട്ടാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ അറിയപ്പെടുന്നത്. കൂടാതെ പൊതുജനസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടി അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരിക്കും. കൂടാതെ സഭ പിരിച്ചുവിടുന്നതിനുള്ള അധികാരം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെ ആ അധികാരം ഉപയോഗിച്ചിട്ട് പ്രധാനമന്ത്രി പൊതുജനസഭയെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാ മന്ത്രിസ്ഥാനങ്ങളും നൽകുന്നത് അദ്ദേഹമാണ്. കൂടാതെ മുഖ്യ പ്രഭു എന്ന നിലയിൽ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന അനുസരിച്ചിട്ട് സിവിൽ സർവീസ് മുഴുവനായിട്ടും ട്രഷറിയാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. കൂടാതെ ധാരാളം വ്യക്തികളുടെ അതായത് പ്രധാന ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന വ്യക്തികളുടെ അംഗങ്ങളുടെ നിയമനങ്ങളുടെ കാര്യത്തിൽ ശുപാർശ നൽകാനുള്ള അധികാരം പ്രൈം മിനിസ്റ്റർക്കുണ്ട്. അതായത് കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഹൈ കമ്മീഷണർമാരുടെയും അതുപോലെ തന്നെ പ്രധാന ദേശീയ സംഘടനകളുടെ പ്രതിനിധികളുടെയും അതുപോലെ ദേശീയ വ്യവസായ സ്ഥാപനങ്ങളിലെ ബോർഡ് അംഗങ്ങളുടെയും നിയമനങ്ങളുടെ കാര്യത്തിൽ രാജാവിന് ശുപാർശ നൽകുന്നത് പ്രധാനമന്ത്രിയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായ അംഗങ്ങളുടെ പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന അംഗങ്ങളുടെ നിയമനങ്ങളുടെ കാര്യത്തിൽ രാജാവിന് ശുപാർശ നൽകുവാൻ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ടായിരിക്കും. അത് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ കൂടിയാണ്. കൂടാതെ ആർച്ച് ബിഷപ്പ് അതുപോലെ തന്നെ ബിഷപ്പ് അതുപോലെ തന്നെ ഉന്നതരായ പുരോഹിതർ കൂടാതെ മുഖ്യ ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ എന്നിവരുടെ പദവികളിലേക്കൊക്കെ നാമനിർദ്ദേശം നടത്താനും അദ്ദേഹത്തിന് അധികാരമുണ്ടായിരിക്കും. ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ നിരവധിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പദവി എന്ന് പറയുന്നത് അസൂയാർഹവുമാണ്. ഏതൊരു വ്യക്തിക്കും അസൂയ അർഹിക്കുന്ന ഒരു പദവി കൂടിയാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററുടേത് എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധിയായ ഫങ്ഷൻസും അതുപോലെ തന്നെ അധികാരങ്ങളും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററെ പറ്റി പ്രധാനമായും പറയുവാനുള്ളത്. ഇപ്പോൾ കാലിക്കറ്റ് MG യൂണിവേഴ്സിറ്റികളിലെ പഴയകാല സ്റ്റഡി മെറ്റീരിയൽസാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി റെഫറൻസായി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും കൂടുതൽ അധികാരങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. മേജറായിട്ടുള്ള എല്ലാം തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. എല്ലാം കംപ്ലീറ്റ്ലി ഫോണിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഓഡിയോ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, ക്ഷമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്കും ബൈ.